നല്ല സോഫ്റ്റ് ആയിട്ട് അവിൽ വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. കടിച്ചാൽ പല്ലിൽ പിടിക്കാതെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ പാകത്തിന് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി 500 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരയും ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം ശർക്കര ഒരു പാത്രത്തിലിട്ട് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അത് അവിടെ കിടന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും തേങ്ങ വറുത്തെടുക്കാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ വറുവായി വരുമ്പോൾ അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പണ്ട് സ്കൂൾ വിട്ടു വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഇത്തരം പലഹാരങ്ങൾ കഴിച്ചിരുന്ന ആ കാലമൊക്കെ എത്ര മനോഹരമായിരുന്നു. അതേ ചട്ടിയിൽ അവിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അവിൽ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ തീ കുറച്ച് വയ്ക്കാം. ശർക്കര പാനി ഒരിക്കലും നൂൽ പരുവത്തിൽ ആകാൻ പാടില്ല കേട്ടോ. ശർക്കര നൂൽ പോലെ ആയാൽ അവിൽ ആകെ ഹാർഡായി പോകും. പകരം ശർക്കര പാനി പാകത്തിന് ഉരുക്കിയാൽ മതി. അപ്പോൾ അവിൽ സോഫ്റ്റായിട്ട് കിട്ടും. അവിൽ ഇതുപോലെ മുരിഞ്ഞാൽ മതി കേട്ടോ. ഇനി വറുത്ത് വെച്ച അവിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള കാര്യം, നമ്മുടെ സോഫ്റ്റ് അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോളൊക്കെ ഇത് നല്ല ഇഷ്ടത്തോടെയാണ് കഴിക്കാറ്. ഹാർഡൊന്നുമില്ലെന്ന് അവൾ തന്നെ പറഞ്ഞത്. പിന്നെ ഇതൊരു എയർ ടൈറ്റ് പാത്രത്തിൽ ആക്കി വെച്ചാൽ കുറേ ദിവസത്തേക്ക് കേടാവാതെ ഇരുന്നോളും. ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതുപോലെ നല്ല വിഭവങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.